ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പെറ്റി കിട്ടിയായിരുന്നു ബൈക്കിൽ. അങ്ങനെ ഈ പെറ്റി നേരെ കോടതിയിലേക്ക് പോയായിരുന്നു, നമ്മൾ അടയ്ക്കാതെ ഫൈനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ കോടതിയിൽ ശാസ്താംകോട്ട പോയിട്ട് അവിടെ പോയിട്ടാണ് പെറ്റിയൊക്കെ അടച്ചെല്ലാം ക്ലിയർ ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തെന്മലയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ തെന്മലയ്ക്ക് പോയായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തെന്മലയിൽ പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. തെന്മല എന്ന് പറയുന്നത് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മലഞ്ചെരിവുകളും അരുവികളും പുഴകളും എല്ലാം കൂടി നിറഞ്ഞ് നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിര് തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിൽ കൂടെയാണ്. നമ്മുടെ റോഡ് വരുന്നുണ്ട്, അപ്പുറം ഇപ്പുറം കാടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു മൃഗങ്ങളൊക്കെ വരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അപ്പൊ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തോണ്ടായിരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോന്ന് കുറച്ച് എണ്ണ നമ്മൾ അടിച്ചായിരുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, നമുക്ക് അങ്ങ് എത്താൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ഡാം വരെ പോകാമെന്ന് പ്രതീക്ഷിച്ചു. നമ്മൾ ഡാം വരെ പോയില്ല, കാരണം അവിടെ ഒന്നും പെട്രോൾ പമ്പ് കണ്ടതുമില്ല. ഇത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ ആ ചെന്തുരുണി കണ്ടെങ്കിലും നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല കേട്ടോ. അത്രയും ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, അല്ലായിരുന്നു നമുക്ക് അവിടെ കയറായിരുന്നു. അവിടെ നമുക്ക് ഗാർഡ് കാണും നമുക്ക് പറഞ്ഞു തരാനൊക്കെ. അങ്ങനെ അവിടെ കയറാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചും കൂടി ദൂരം നമ്മൾ പോയി. അപ്പൊ പെട്രോൾ പമ്പ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചൊരു എണ്ണയൊക്കെ അടിച്ചിട്ട് നേരെ പോയേനെ. അവിടെ ഇനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഈ ഒരു ഇത് താഴെ കുറച്ച് വെള്ളമാണ്, നമ്മൾ എങ്ങും ഇറങ്ങിയില്ല കേട്ടോ. കാരണം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ടൈമൊക്കെ പോകും. കാരണം നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ലല്ലോ വന്നത്, അതുകൊണ്ട് നമ്മൾ എങ്ങും ഇറങ്ങിയില്ല. ഇത് കണ്ട് നമ്മൾ ആ റോഡിൽ കൂടി പോകാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ കാറിൽ പോകുന്ന പോലെ അല്ല ഒരിക്കലും. ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ആ പ്രകൃതിയെ തൊട്ട് ആ ഒരു കാറ്റൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ആ പ്രകൃതിയെ മനസ്സിലാക്കിയിട്ടല്ലേ പോകുന്നത്. അപ്പൊ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ദൂരം പോയി. ഞങ്ങൾ ഇതിന് മുന്നേ നമ്മൾ തെങ്കാശി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തെങ്കാശി പോയ സമയത്ത് പോയ അതേ റൂട്ട് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത്. നമ്മൾ അന്ന് പോകാൻ നേരത്ത് ഇങ്ങനെ 2 റൂട്ട് ഉണ്ടായിരുന്നു, ഒന്ന് തെന്മല ഒന്ന് തെങ്കാശി. അപ്പൊ അന്ന് നമ്മൾ തെങ്കാശി റൂട്ടിൽ പോയിട്ട് ഇന്ന് തെന്മല റൂട്ടിൽ പോയി. പക്ഷെ നമ്മൾ ഈ തെന്മല റൂട്ടിൽ പോയി നമ്മൾ ചെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ തെങ്കാശി പോയ അതേ റൂട്ടിൽ തന്നെയാണ് കേട്ടോ വന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ റോഡും ഒക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അവരുടെ സ്വർഗമാണ് അത്. അപ്പൊ നമുക്ക് പക്ഷെ ഇത് കാണുമ്പോ അയ്യോ ദൈവമേ, ഇങ്ങനെ പല രീതിയിലല്ലേ ഭൂമി കിടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ നല്ല രസമാണ് കേട്ടോ പക്ഷെ കാണാനായിട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു വലിയൊരു മലയാണ്, ഒരു കുന്ന് പോലെ. അവിടെ JCB വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണ്, നമുക്ക് ഇവിടെ നോക്കുമ്പോ ഒരു വലിയൊരു കുന്ന് പോലെ വലിയൊരു മലയാണ്, അവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടൊക്കെ ഓരോ മലഞ്ചെരുവിലായിട്ടാണ് വീടുകൾ, എന്ന് വെച്ചാൽ ഓരോ വീടും ഓരോ മലയുടെ മുകളിലായിട്ട് നല്ല ഹൈറ്റിലാണ് ഓരോ വീട് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയപ്പോൾ ഇറങ്ങി, കാരണം എന്ന് വെച്ചാൽ കാണാൻ നല്ല രസമായിരുന്നു. ഒരു സൈഡിൽ ഇങ്ങനെ താഴ്വര പോലെയും ഒരു സൈഡിൽ ഇങ്ങനെ വലിയ മലകളും വലിയ വലിയ ഭയങ്കര വണ്ണമുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ വരുന്ന വീടുകളെല്ലാം തന്നെ ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് ഓരോ വീടുകളും, നല്ല ഹൈറ്റിലാണ് വീടുകളൊക്കെ നിൽക്കുന്നത്. റോഡ് താഴെ, ആ റോഡിനും താഴെ വീണ്ടും ഒരു കുന്ന്, പിന്നെ വീണ്ടും ഒരു വലിയൊരു മല പോലത്തെ. അപ്പൊ അങ്ങനത്തെ പ്രൊപ്പോർഷനാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ താഴെ ഈ നിൽക്കുന്ന സംഭവം കടച്ചക്കയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ആ മലയില്ല, ആ മലയ്ക്ക് ചുറ്റുമാ നിൽക്കുന്നത് ഫുള്ള് കടച്ചക്കയാണ്. കടച്ചക്കയുടെ കൃഷിയാണ് കേട്ടോ അത് ഫുള്ള് നിൽക്കുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോൾ പഴയ ഒരു വിദേശികളുടെയൊക്കെ വീട് പോലത്തെ ഒരു വീടാണോ എന്താണെന്ന് അറിയാൻ വേണ്ട. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഫോറിൻ ഒരു സ്ഥലത്ത് ഒരു ഹൊറർ ഇമേജ് പോലെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ നാട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഇത് എപ്പോഴും ഇതുവഴി പോകുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ. അപ്പം കയറിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇപ്പോഴും കയറണം എന്ന് വിചാരിച്ചില്ല, നമ്മൾ ജസ്റ്റ് ഐസ്ക്രീം കഴിക്കാതെ എഴുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നിന്നപ്പോൾ ഉണ്ട് വേറെ ആളുകളൊക്കെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറുന്ന കണ്ടു. അപ്പൊ വിചാരിച്ചാൽ നമുക്കും കൂടി, കാരണം നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നു, അപ്പൊ എന്തായാലും മെനക്കെട്ടു, അപ്പൊ എന്തെങ്കിലും നമ്മൾ അത് വന്നതിന് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്, അത് യൂസ്ഫുൾ ആണ്. എങ്കിലും എന്തെങ്കിലും കുറച്ചും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഇതിനകത്ത് കയറാമെന്ന് കരുതി. ഒരാളുടെ ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പൊ ഞങ്ങൾ 2 പേർക്കും കൂടി 100 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിൽ ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് ഗൂഗിൾ പേ അക്കൗണ്ട് കേട്ടോ. അപ്പൊ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ അകത്ത് കയറിയപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളും അതുപോലെ തന്നെ മാന് മ്ലാവ് ഇതൊക്കെയാണ് ഇതിനകത്ത് സംരക്ഷിക്കുന്നത്. അവരുടെ ഒരു രാജ്യമാണ് ഇത്.
നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. അപ്പോൾ ഓരോ മരങ്ങളുടെയും ഫീച്ചേഴ്സ് അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ദേ വരുന്ന വഴിക്കുണ്ട് ഒരു അങ്ങൂനെ നമ്മൾ കണ്ടായിരുന്നു ഒരു മാനിനെ. ഇപ്പൊ ഞാൻ ദേ മാൻ നിൽക്കുന്ന ഇപ്പൊ ഈ കൊച്ചിന്റെ അടുത്ത് പറയുന്നത് മാനല്ല, അത് മാനിന്റെ പ്രതിമ എടുത്ത് വെച്ചേക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അനങ്ങുന്നില്ല, ഒരു കാരണവശാലും അനങ്ങുന്നില്ല. ഞങ്ങളെ തന്നെ നോക്കി ബൊമ്മ പോലെ നിൽക്കുവാണ് അങ്ങനെ. പക്ഷെ അത് ഒറിജിനൽ മാൻ തന്നെയായിരുന്നു, മാനല്ല മ്ലാവായിരുന്നു അത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ ഈ നോൺ വെജ് അല്ലാത്തതിന്റെ പേര് വെജിറ്റേറിയൻ ആണല്ലോ മാനും ലാവും ഒക്കെ. വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് വെച്ചാൽ ഒരു അക്രമാസക്തമായിട്ടുള്ള ജീവികളൊന്നും അല്ല. അപ്പൊ നമ്മള് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നപ്പോഴും നമ്മൾ അവിടെ ഒന്നും കണ്ടില്ല ഒന്നിനെയും. കുറെ മരങ്ങളൊക്കെ കണ്ടു. പിന്നെ അതേ ഈ ഒരു വേലിക്കപ്പുറത്താണ് ഈ മാനും ലാവും എല്ലാം കിടക്കുന്നത്. അങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നടക്കുകയാണ് കേട്ടോ അടുത്തത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നപ്പോ അങ്ങ് ദൂരെ ചെറുതായിട്ട് നനക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെയൊക്കെ കണ്ടു കഴിഞ്ഞാലോ അങ്ങനത്തെ ഒരു നമുക്ക് നേരെ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആട്ടിൻകുട്ടികളില്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടോ, ഇത് മ്ലാവാണ്. അപ്പം ഇത് നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ മ്ലാവ് എന്ന് പറയുന്നത് എനിക്ക് കഴുത അങ്ങനെ എന്തെങ്കിലും മിക്സ് ആയിട്ട് വരുന്നതാണ്, എനിക്ക് അറിയില്ല കേട്ടോ മ്ലാവ്. അപ്പം ഇത് മ്ലാവാണ് ഈ നിൽക്കുന്നത്. ഇത് അങ്ങ് ദൂരെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനകത്തോട്ട് കയറിയ സമയം തൊട്ട് തിരിച്ചിറങ്ങിയ സമയം വരെയും അത് അങ്ങ് ദൂരെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതേണ്ട ഇതിന് കൊമ്പൊക്കെ ഉണ്ട്, ആണാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ കയറിയപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, തിരിച്ചിറങ്ങിയപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഡിപ്രഷൻ ആണോ എന്നൊന്നും അറിയാൻ വയ്യ, പുള്ളിക്കാരൻ അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ വേണ്ട ഇത് ദന്തപാല. ഇവിടെ മരങ്ങളുടെ സംരക്ഷണവും ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാ മരങ്ങൾക്കും അതിന്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്നൊക്കെ ഉള്ളതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ്ട് ഇതാണ് മ്ലാവ്. ഇതിനും കൊമ്പുണ്ട്, പക്ഷെ ദേഹത്ത് പുള്ളിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നോർമൽ നമ്മുടെ കഴുതയൊക്കെ ഇല്ലേ, അതേമാതിരിയാണ് അതിനെ കാണാനായിട്ട്. എന്നെ അതിൽ നിന്ന് കുറച്ച് മാനിന്റെ ഫീച്ചേഴ്സും കൂടി വന്നിട്ട് ഉള്ള ഒരാളാണ് ഈ മ്ലാവ് എന്ന് പറയുന്നത്. ഇതാണ് എനിക്കുള്ളത്. തെറ്റായിരിക്കാം ശരിയായിരിക്കാം ഒന്നും അറിയാവേ, ഞാൻ ചുമ്മാ എന്തൊക്കെയാ പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഭയങ്കര തടിയാണ് കേട്ടോ. ഇത്രയും വണ്ണമുള്ള മരങ്ങളൊന്നും ഞാൻ നമ്മുടെ സ്ഥലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ റോഡ് പണി വന്ന സമയത്ത് എല്ലാം മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇനി മരങ്ങൾ കാണാൻ പോലും ഇല്ല. ഇവിടൊക്കെ പക്ഷെ നല്ല വണ്ണമുള്ള മരങ്ങൾ. അന്ന് തെങ്കാശി പോയ സമയത്തും ഇതുപോലെ തന്നെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന മരങ്ങളുടെയൊക്കെ ഒരു 3-4 ഇരട്ടി വണ്ണമുള്ള മരങ്ങളാണ് കേട്ടോ എല്ലാം നിൽക്കുന്ന കാണാന്. നമ്മൾ പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്ന ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് കൊടുക്കാനോ ഒന്നും പാടില്ല, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ആഹാരം ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ഇവർ കുറച്ച് പേര് കൂട്ടമായിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ മാനിനെയും കണ്ടു, മ്ലാവിനെയും കണ്ടു. അതിലുപരി നമ്മൾ ആ ഒരു ഫോറസ്റ്റിനകത്തൂടെ നമുക്ക് നടക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ കയറുന്നില്ലല്ലോ നടക്കാനൊന്നും. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരുന്നു. ഭയങ്കര പ്രശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലം. ഇതിനിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചാറ്റമഴ. പക്ഷെ നമ്മൾ അതിനകത്ത് നിന്നിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതില്ല. മഴ പെയ്താലും നമുക്കൊരു കുഴപ്പമില്ല, കാരണം ഈ വൃക്ഷങ്ങളെല്ലാം പടർന്ന് പന്തലിച്ച് കിടക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദേഹത്തേക്ക് ഒരിക്കലും മഴ വരുത്തതുമില്ല. ഇനി അടുത്ത തവണ പോകുമ്പോൾ എനിക്ക് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ കയറണം എന്നുണ്ട്. കാരണം കുറച്ച് ഹൊററായിട്ടുള്ള നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണുന്ന നല്ല രസമല്ലാണ്. പക്ഷെ ഇവരെ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു സംഭവം മിസ് ചെയ്തേനെ. ഇവരെല്ലാവരുടെ കൂട്ടം കൂടി അങ്ങ് മൂലക്കൊക്കെ ആട്ടോ നിൽക്കുക. നമ്മൾ കുറേ ദൂരം നടന്നു വന്നിട്ടാണ് കേട്ടോ ഇവരെയൊക്കെ കണ്ടത്. വേണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ പുള്ളിമാനോ പൊന്മാൻ എന്നൊക്കെ പറയത്തില്ലേ, പൊന്മാനാണോ പുള്ളിമാനാണോ എന്ന് അറിയത്തില്ല, രണ്ടും ഒന്നാണോ. അപ്പൊ ആ ഒരു ടൈപ്പിലുള്ള മാൻകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവരെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു 10-12 മാനെ അവരെ കണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ അവരുടെ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇവരൊക്കെ ഫുഡും കാര്യങ്ങളും എല്ലാം അവിടുന്ന് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നുള്ളവരല്ല, അവിടുത്തെ തന്നെ ജോലിക്കാരാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഈ അറ്റാക്കിങ് അങ്ങനത്തെ ഒരു ബിഹേവിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടും അവർക്ക് ഒരു വിഷയമില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ശാന്ത സ്വഭാവമുള്ളവരാണ്. ഇതാ ഞാൻ പറഞ്ഞ ആ പുള്ളിമാനായിട്ട് ദേഹത്തില്ല പുള്ളിയുള്ള നമ്മുടെ മാനില്ലേ, ആ മാനാണ് കേട്ടോ ഇത്. കൊമ്പുള്ളതൊക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ചുറ്റി നോക്കുമ്പോൾ അതിനകത്തും കുറേ മാനൊക്കെ ഉണ്ട്. ഇതിനകത്ത് പക്ഷികളുണ്ടെന്നും തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ കണ്ടില്ല. അതൊക്കെ മരത്തിന്റെ മുകളിലായതുകൊണ്ടായിരിക്കാം. ചില പക്ഷികളും ഉണ്ടെന്ന് പറയുന്ന കേട്ടു, ഇതിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളത്.
അപ്പൊ അതെന്തോന്ന് അറിയില്ല. അപ്പൊ ഈ മാനിനെയും കണ്ടു, മ്ലാവിനെയും കണ്ടു. ഇനി നമ്മൾ ഇതേ അപ്പുറത്ത് ചുറ്റി വരുമ്പോ ഇവിടെ നിൽക്കുന്നവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതേ ഈ കൊമ്പുള്ളവനുണ്ടല്ലോ, ഇവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അടുത്തോട്ട് വരും കേട്ടോ. വേറെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരും. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ അടുത്തോട്ട് ഇല്ല ആട്ടുംകൂട്ടി തീറ്റിക്ക് വരത്തില്ല, അപ്പൊ അതേപോലെയാണ് നമ്മുടെ അടുത്തോട്ട് ഇവരെല്ലാരും വരുന്നത്. ആ കൊമ്പള ഭയങ്കര സ്നേഹമുള്ളായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമായിരുന്നു അതിന്. പിന്നെ ഇതിനകത്തൊരു കടയുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഒരു പാർക്ക് പോലത്തെ സംഭവം ഉണ്ട്. അവിടെ 12 വയസ്സിന് മുകളിലുള്ള ആളുകളൊന്നും ഇരിക്കരുത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ അതിനകത്ത് ചെറിയൊരു സ്റ്റോറും ഉണ്ട്. മിഠായി, സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറും ഉണ്ട്. പിന്നെ ഇത് അപ്പുറത്തൂടെ നമുക്ക് കറങ്ങിയൊക്കെ വരായിരുന്നു. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയില്ല, എനിക്ക് പേടിയായതിന്റെ പേരിൽ ഞാൻ അങ്ങോട്ട് അധികം പോയില്ല. കാരണം എങ്ങാനും കാല് കെട്ടിയെങ്ങാനും വീണാലോ. പിന്നെ ആ പോകുന്ന വഴിക്കൊക്കെ റിസ്ക് ആണ് കേട്ടോ, കാടായതുകൊണ്ട് തന്നെ. ഇത് ഒരു ചുറ്റും കൂടി ചുറ്റണം. പക്ഷെ അവിടെ ഒരു അങ്ങനെ അടച്ചിട്ടേക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും അങ്ങോട്ട് ആരും അങ്ങനെ പോവാറില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, അത് ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ എന്താണെന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകേണ്ട, സാരമില്ല, അതിന് ദൂരം നിന്നിട്ടാണ് കേട്ടോ അത് കണ്ടത്. നമ്മളിതേ വിളിക്കുമ്പോ ഇവരിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വിളിക്കത്തില്ലേ, അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് നടന്ന് ഇനി വരും. ആ കറക്റ്റ് ആട്ടുംകുട്ടികളുടെ കൂട്ട് ഇനി വരും കേട്ടോ. ഈ കൊമ്പുള്ളവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അവന് ഭയങ്കര സ്നേഹവും മനുഷ്യരോട് ഭയങ്കര ഇണക്കവുമാണ് കേട്ടോ. അപ്പോൾ ദേ ഈ വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോൾ ആ മ്ലാവൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മ്ലാവിന് അവിടെ നിന്ന് അവിടുത്തെ ഫുഡ് കൊടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഫുഡ് എല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു മ്ലാവിന്റെ കാര്യമൊക്കെ. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. അപ്പോൾ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മൾ ദേ ഈ തിരിച്ച സമയത്ത് ഞാൻ അങ്ങ് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞൊരു മാനല്ല മ്ലാവില്ലേ, അത് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിന് ഒരു കൂസലില്ല, ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. അതിന് ഫുഡും വേണ്ട, ഒന്നും വേണ്ട തോന്നുന്നു. അങ്ങനെ നമ്മള് അവിടെ നിന്നെല്ലാം കണ്ട് കേട്ട് തിരിച്ച് വന്ന വഴിക്ക് ദേണ്ടടാ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മഴ. സാധാരണ ഭയങ്കര വെയിലാണ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അന്ന് പോയ ദിവസം തൊട്ട് ചെറിയ മഴക്കോൾ അന്ന് ഞങ്ങൾ ആ പോയ ടൈം തൊട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല മഴ പെയ്തു. അപ്പൊ നമ്മൾ ദേ ഒരു എന്തുവാണ് സംഭവം എന്നറിയാൻ വയ്യ, അവിടെ കയറി നിന്നു. അത് കേറി വേറെ എന്തോ ഒരു പള്ളി എന്തോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. അങ്ങനെ ഏകദേശം മഴയൊക്കെ തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് വെയിലായി. അപ്പോഴത്തേക്കും നമ്മൾ നനഞ്ഞതെല്ലാം ഉണങ്ങിയായിരുന്നു. എങ്കിലും നല്ല മഴക്കോളുള്ളൊരു സമയമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പുനലൂരെത്തി. നമ്മൾ ആ പോയ വഴിക്ക് തന്നെ ഉള്ള പുനലൂർ തൂക്കുപാലം ആ ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും എത്തി കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇനി കാണാനുണ്ടായിരുന്നു. നമ്മുടെ ഡാം ഒന്നും കണ്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അന്ന് രാവിലെ ഉച്ചയായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പൊ നമ്മൾ മറ്റേ ശാസ്താംകോട്ട ഗണപതി അമ്പലത്തിൽ കയറിയായിരുന്നു. അന്നേരം ഉണ്ണിയപ്പം ഇല്ലായിരുന്നു. നമ്മൾ വൈകിട്ട് നിന്നപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഉണ്ണിയപ്പം എല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ടാറ്റാ.